Good morning. Today we are starting with the next portion of this chapter, that is kidney physiology. First point, what is the principal function of kidney? എന്തുവാ principal function എന്താണ് കിഡ്നിയുടെ? To produce urine. അതിനകത്ത് അപ്പം എന്തെല്ലാം പ്രോസസ് വരും? Which involves blood filtering, maintaining solute and water balance. അപ്പം കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ യൂറിൻ ഫോം ചെയ്യുക. യൂറിൻ ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ ബ്ലഡിനകത്തുള്ള വേസ്റ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക, നമ്മുടെ ബോഡിയിലുള്ള സൊല്യൂട്ടും വാട്ടറും തമ്മിലുള്ള ബാലൻസ്, ആ ബാലൻസ് നിലനിന്നാൽ മാത്രമേ നമ്മുടെ pH നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദാറ്റ് പ്രോസസ് ഈസ് ദാറ്റ് മച്ച് സിഗ്നിഫിക്കൻറ്റ്. അപ്പം ഈ ഇതിനകത്ത് ആ പ്രിൻസിപ്പൽ ഫങ്ഷൻ എത്രത്തോളം ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളതിന് ചെറിയൊരു വിഷ്വൽ കാണാം. കണ്ടാ? അപ്പം ഹാർട്ടിൽ നിന്ന് പെർ മിനിറ്റിൽ 1000 to 1200 ml ബ്ലഡ് കിഡ്നിയിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ 650 ml പ്ലാസ്മയാണ്. ഈ 650 ml ഓഫ് പ്ലാസ്മയിൽ 120 to 125 ml നല്ല ഫോഴ്സ് ചെയ്തിട്ട് റീനൽ ട്യൂബ്യൂൾ വഴി പാസ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ട്, ഫിൽട്രേഷന് വേണ്ടിയിട്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു റേറ്റ്, എത്രത്തോളം കിഡ്നിയിലോട്ട് എത്തുന്നുണ്ട്, അതിൽ എത്രത്തോളം ഫിൽട്രേഷന് വേണ്ടി പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് നോക്കട്ടെ. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ 1, 2, 3, 4 ഫങ്ഷൻസ് ഒരെണ്ണം പോലും വിടാതെ എഴുതാം. ടു കീപ് ദ വാട്ടർ അയോൺ ബാലൻസ്. അപ്പം നമ്മുടെ ബോഡി ഫ്ലൂയിഡിലെ അയോൺ ബാലൻസ് കീപ്പ് ചെയ്യുക. വേസ്റ്റിൻ്റെ റിമൂവൽ, ബോഡിയിലെ വേസ്റ്റ് റിമൂവ് ചെയ്യുക. ബോഡിയിൽ എന്തെങ്കിലും ഫോറിൻ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുക. ആൻഡ് ഫൈനലി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എൻഡോക്രൈൻ ഫങ്ഷൻ ഉണ്ട്. എൻഡോക്രൈൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് 2 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? റെനിൻ ആൻഡ് എറിത്രോപോയറ്റിൻ. കേട്ടോ? അപ്പം ഈ റെനിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പം ഈ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? അറിയാമോ? ലിവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻജിയോടെൻസിനോജൻ. അപ്പം ഈ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇനാക്റ്റീവ് ഫോം ഓഫ് എൻസൈമാണ്. അത് ആക്റ്റീവ് അല്ല. അപ്പം അതിനെ ആക്റ്റീവ് ആക്കുന്നത് ആരാണ്? ഈ കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന റെനിനാണ് അതിനെ ആക്റ്റീവായിട്ടുള്ള ആൻജിയോടെൻസിൻ ആക്കി മാറ്റുന്നത്. ആൻജിയോടെൻസിൻ, ANGIOTENSIN, ആൻജിയോടെൻസിനായിട്ട് മാറ്റും. ഇനി ഈ ആൻജിയോടെൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണ്? ഇറ്റ് റെഗുലേറ്റ്സ് ദ ബ്ലഡ് പ്രഷർ. ബ്ലഡിൻ്റെ പ്രഷർ അല്ലെങ്കിൽ BP റെഗുലേറ്റ് ചെയ്യുന്ന മെയിൻ ഹോർമോൺ ആയിട്ടുള്ള ആൻജിയോടെൻസിനെ ആക്റ്റീവ് ആക്കുന്ന ഹോർമോണായ റെനിനെ സപ്ലൈ ചെയ്യുന്നത് കിഡ്നിയാണ്. അതാണ് അതിൻ്റെ എൻഡോക്രൈൻ ഫങ്ഷൻ. അതേപോലെ എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കൂടി കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ എറിത്രോപോയറ്റിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒരു സ്ലൈഡ് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. എറിത്രോപോയറ്റിൻ, ഈ എറിത്രോപോയറ്റിൻ എന്തൊക്കെ ചെയ്യാൻ അറിയാം? ഇറ്റ് കൺട്രോൾസ്, എന്തൊക്കെ കൺട്രോൾ ചെയ്യും? യൂറിൻ്റെ പ്രൊഡക്ഷനെ, ബ്ലഡ് കോമ്പോസിഷനെ, എറിത്രോസൈറ്റിൻ്റെ പ്രൊഡക്ഷനെ. അപ്പം ഇത്രയും ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആയിട്ടുള്ള ദാറ്റ് മച്ച് സിഗ്നിഫിക്കൻറ്റ് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കിഡ്നി. അപ്പം ഈ 3 ഫങ്ഷൻ, ഈ യൂറിൻ മെയിൻലി യൂറിൻ പ്രൊഡക്ഷനും ബ്ലഡ് കോമ്പോസിഷൻ റെഗുലേഷനും നമുക്ക് 3 ഹെഡിങ്സിലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ഈ 3 ആണ് ഇനി നമ്മൾ ഓരോ ഹെഡിങ് ആയിട്ട് എടുത്തിട്ട് പഠിക്കാൻ പോകുന്നത്. ഇത് essay ആയിട്ട് ചോദിക്കാറുള്ളതാണ്.
കിഡ്നിയുടെ ഫങ്ഷനിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? നമ്മൾ ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷനിൽ പഠിച്ചായിരുന്നല്ലോ, ഒന്ന് പറഞ്ഞു. ഗ്ലോമറുലസ് എന്ന് പറഞ്ഞു എന്തുവാണ്? ദ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറി ദാറ്റ് ഇസ് സീൻ ഇൻസൈഡ് ദ ബോമാൻസ് ക്യാപ്സ്യൂൾ അല്ലേ ആണ്. അപ്പം അതിനകത്ത് 2 ടേം നമുക്ക് ഫെമിലിയർ ആണ്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്താണെന്നും ഫിൽട്രേഷൻ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കണം. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാൻ ആദ്യം ഒരു വിഷ്വൽ കാണിച്ചപ്പം കാണിച്ചില്ലേ, ഒരു ഏകദേശം 120 ml പ്ലാസ്മ എന്താണ് ഗ്ലോമറുലസിൽ അഫറൻറ്റ് ആർട്ടറി വഴി ഗ്ലോമറുലസിലെത്തി. അതാണ് ഫോഴ്സ് ചെയ്തിട്ട് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഇറങ്ങി ഫിൽട്രേഷൻ പ്രോസസ്സ് അണ്ടർവെൻറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു എമൗണ്ട് പ്ലാസ്മ. അപ്പം ആ ഫിൽട്രേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആ ഫിൽട്രേറ്റ്, ആ ഫ്ലൂയിഡ് എവിടെ കാണുന്നത്? ആ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ആ സ്പേസിലെ ആ സ്പേസിൽ, ക്യാപ്സുലാർ സ്പേസ് എന്നല്ലേ എൻ്റെ പേര്, ആ ക്യാപ്സുലാർ സ്പേസിലേക്ക് എത്തുന്ന ആ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദാറ്റ് പ്ലാസ്മ, അതിനെ എന്തെന്ന് പറയാം? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയാം. അപ്പം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് പോർഷൻ ഓഫ് പ്ലാസ്മ ദാറ്റ് എൻറ്റേഴ്സ് ദ ക്യാപ്സുലാർ സ്പേസ് ആസ് പാർട്ട് ഓഫ് ഫിൽട്രേഷൻ ഫ്രം ദി ഗ്ലോമറുലസ് ആണല്ലോ. അപ്പം ഇത് ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ആ വാട്ടറി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ബ്ലഡ് പ്ലാസ്മ ഇല്ലയോ? അപ്പം ഒരു പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്ലഡ് കാപ്പിലറിയിൽ വന്ന ഈ പ്ലാസ്മ ഈ ക്യാപ്സുലാർ സ്പേസിലോട്ട് വരുന്നത്. അപ്പം അതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി 70 kg man 180 ലിറ്റർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ഫോംഡ് പെർ ഡേ. അപ്പം ഒരു ശരാശരി, ഒരു ആവറേജ് വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ഹെൽത്തി മാനിൽ എത്ര ലിറ്റർ ഉണ്ടാവുന്നുണ്ട്? 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പെർ ഡേ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ആ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ടീച്ചർ കാണിക്കാം. Glomerular filtration. ആ കിഡ്നിയുടെ ലൊക്കേഷനൊക്കെ ശ്രദ്ധിച്ചോണം കണ്ടോ. Kidneys are bean-shaped organs which filters blood. It removes waste substances from the blood and regulates water and electrolyte concentrations within the body fluids. The end product of this function is urine, which is excreted outside of the body through urethra, containing wastes, excess water and excess electrolytes. Urine formation involves glomerular filtration, tubular reabsorption and tubular secretion. ആ 3 പ്രോസസ്സ്. The nephron is kidney's functional unit. At the beginning of the nephron, the glomerulus is a network, tuft of capillaries that performs the first step of filtering the blood. The glomerulus is encased in thin, double-walled capsules called Bowman's capsule. The space inside the capsule and surrounding the glomerulus is called Bowman's space. As the blood travels through these capillaries of glomerulus, filtration causes a lot of plasma contents to spill out into Bowman's space through the glomerular filtration membrane. It consists of 3 layers of capillary valve: endothelium, basement membrane, and epithelial podocytes. This membrane allows some particles of blood to pass through, but not all. The fluid that is filtrate from the capillary blood into Bowman's space is called filtrate and forms the primary urine. Okay,
അപ്പം നമ്മൾ ഇതിനകത്ത് കിഡ്നിയുടെ പൊസിഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഗ്ലോമറുലസ് കണ്ടു. ഗ്ലോമറുലസിൽ വന്നിട്ട് എങ്ങനെയാണ് ബ്ലഡ് വന്നിട്ട് ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലെ സ്പേസിൽ എത്തുന്നതെന്ന് കണ്ടു. പിന്നെ ആ 3 മെംബ്രെയിൻസ് പാർട്ടീഷൻസ് കണ്ടു. എൻഡോത്തീലിയൽ ലെയർ, ബേസ്മെൻറ്റ് മെംബ്രെയിൻ, പിന്നെ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ആ ഇന്നർ മെംബ്രെയിൻ, പോഡോസൈറ്റ് സെൽസ് ഒക്കെ ഉള്ള ആ ലെയർ, ആ 3 ബാരിയേഴ്സ്. ഇനി നെക്സ്റ്റ് ഒരു ടേമാണ് റീനൽ ക്ലിയറൻസ്. കണ്ടോ, ഒരാളിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ? അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളുടെ പ്ലാസ്മ എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മിനറലിൻ്റെ ഒരു സർട്ടൻ ലെവൽ ഉണ്ടാവുമല്ലോ. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഗെയിൻ അയാളുടെ പ്ലാസ്മ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന അളവിൽ നിന്ന് ഒരു കുറവുണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? കുറച്ച് കിഡ്നി ഫിൽട്ടർ ചെയ്ത് മാറ്റി യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം ദർ വിൽ ബി എ സ്റ്റാൻഡേർഡ് ലെവൽ. അപ്പം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഇത്രത്തോളം ആ പർട്ടിക്കുലർ മിനറലിൻ്റെ അളവ് എക്സ്ക്രീറ്റ് ചെയ്യണം എന്നൊരു നോർമൽ ലെവൽ ഉണ്ടായിരിക്കും മെഡിക്കൽ ഫീൽഡിൽ. അപ്പം ആ ഒരു ലെവലുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പം ഒരാൾ വരുമ്പം അയാളുടെ ബോഡിയിലുള്ള ഈ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം നോക്കട്ടെ. അപ്പം ഇയാൾ ഇപ്പോൾ ഫുഡ് കഴിച്ചു. അപ്പം ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് അയാളുടെ പ്ലാസ്മ ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഉദാഹരണത്തിന് ഒരു 20 മില്ലിഗ്രാം ഉണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ മിനറൽ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പ്ലാസ്മ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് ഒരു 10 മില്ലിഗ്രാം ആയിട്ട് മാറി. അപ്പം ആ ഒരു ലെവൽ എത്രയാ എലിമിനേറ്റ് ചെയ്യപ്പെട്ട, ലോവർ ചെയ്തേ. അപ്പം ആ വാല്യൂവിനെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് സിമിലർ ആണെങ്കിൽ ഇയാളുടെ ബോഡിയിലെ ഫിൽട്രേഷൻ റേറ്റ് നോർമലായിട്ട് നടക്കുന്നു എന്ന് നമുക്ക് ആക്സസ് ചെയ്യാം. എന്നാൽ ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് അത്രയും എത്തുന്നില്ല, ഒരുപാട് കുറവാണെങ്കിൽ മനസ്സിലാക്കാം കിഡ്നിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പിടികിട്ടിയ അത്രയേ ഉള്ളൂ. അപ്പം ആ സ്റ്റാൻഡേർഡ് ലെവലിന് പറയുന്നതാണ് റീനൽ ക്ലിയറൻസ് വാല്യൂ എന്ന് പറയുന്നത് ഫോർ ദാറ്റ് മിനറൽ. അപ്പം അതിൻ്റെ ഒരു വാട്ട് ഈസ് റീനൽ ക്ലിയറൻസ് എന്ന് ചോദിക്കുമ്പം നമുക്കത് മനസ്സിലാവണ്ടേ. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ, renal clearance refers to the volume of plasma that is cleared of a specific substance in a defined amount of time. ഇതാണ് റീനൽ ക്ലിയറൻസിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. RC = UV/P. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഇൻ യൂറിൻ ആണ്. V എന്ന് പറയുന്നത് ഫ്ലോ റേറ്റ് ഓഫ് യൂറിൻ ഫോർമേഷൻ ആണ്. പിന്നെ P എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സെയിം സബ്സ്റ്റൻസ് ഇൻ പ്ലാസ്മ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. U ആ സബ്സ്റ്റൻസിൻ്റെ യൂറിനിലുള്ള കോൺസെൻട്രേഷൻ, V എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം യൂറിൻ ഫോം ചെയ്തു എന്നുള്ളത്, P എന്ന് പറയുന്നത് പ്ലാസ്മയിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ വാല്യൂം എല്ലാം കമ്പാരിസന് വേണ്ടി ഇതിനകത്ത് എടുക്കും. ഇനി നമ്മളതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലോട്ട് വരാൻ പോവാണ്, ട്യൂബുലർ റീഅബ്സോർപ്ഷൻ. അപ്പം ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നമ്മൾ കണ്ടു അല്ലേ? കിഡ്നിയുടെ മെയിൻ ഫങ്ഷനെ 3ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലർ സെക്രീഷനിലേ പറഞ്ഞത്. അതിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കഴിഞ്ഞു. ഇനി ട്യൂബുലർ റീഅബ്സോർപ്ഷൻ ആണ്. ട്യൂബുലർ റീഅബ്സോർപ്ഷനിൽ നമുക്ക് പറയേണ്ട പോയിന്റ്സുകളാണ് ടീച്ചർ ഈ പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നമുക്കറിയാം, ബൊമാൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, കളക്റ്റിംഗ് ഡക്റ്റ്. ഇതിന് ഈ ലൂപ്പ് ഓഫ് ഹെൻലി ഒരു ഹെയർ പിൻ ഷേപ്പിലിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഈ ലിംഫിന് പറയും ഡിസെൻഡിങ് എന്നും ഇതിന് പറയും അസെൻഡിങ് ലിംഫ് എന്നും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, പോട്ടെ. അപ്പം റീഅബ്സോർപ്ഷൻ മെയിൻ പറയുമ്പോഴത്തേക്ക്
പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ലൂപ്പ് ഓഫ് ഹെൻലിയിലും കളക്ടിംഗ് ഡിസ്കിലും എല്ലാം സർട്ടൺ ലെവൽ ഓഫ് റീ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ മീൻസ് ഓഫ് റീ അബ്സോർപ്ഷൻ, ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് റീ അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് അറിയാമോ? ഡിഫ്യൂഷൻ വഴി നടക്കുന്നുണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി നടക്കുന്നുണ്ട്, പിന്നെ ഓസ്മോസിസ് വഴി. ഇതൊക്കെയാണ് ഈ റീ അബ്സോർപ്ഷൻ്റെ മെത്തേഡ്സ്. അപ്പം ഏതൊക്കെ സബ്സ്റ്റൻസാണ് ഇനി റീ അബ്സോർബ് ചെയ്യപ്പെടുന്നത്? മെയിനായിട്ട് വാട്ടർ നടക്കും, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ബൈകാർബണേറ്റ്സ്, അയോൺസ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, ഇതിൻ്റെയൊക്കെ റീ അബ്സോർപ്ഷൻ നടക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ പിന്നെ റീ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഇന്നർ സൈഡിൽ കുറേ ന്യൂമറസ് വില്ലകളും ഉണ്ട്. വില്ല എന്തിനാണ്? റീ അബ്സോർപ്ഷൻ്റെ റേറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്. ഇതിനകത്ത് വേറെ 2 ടേമുകളുണ്ട്. ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്നും ലോ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്നും 2 ടേമുണ്ട്. ഇതിൽ ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റീഅബ്സോർബ്ഡ്, അതിനെ ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയും. ഇനി ലോ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് റീഅബ്സോർബിങ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെങ്ങാണ് റീഅബ്സോർബ് ചെയ്യുന്നേ ഇല്ല. ഇറ്റ്സ് നോട്ട് റീഅബ്സോർബിങ് ഇറ്റ്സ് നോട്ട് റീഅബ്സോർബിങ് ടോട്ടലി. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് ലോ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ബോഡിക്ക് അത്ര ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസസ്. അത് യൂറിയ വരും, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പം ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ അത്രയും കാര്യങ്ങളാണ് പറയണ്ടേ. പോയിന്റ്സ് എന്തൊക്കെയാണ്? എവിടെയൊക്കെ റീഅബ്സോർപ്ഷൻ നടക്കുന്നു, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചു, ഏതൊക്കെ സബ്സ്റ്റൻസസ്, അതിനകത്ത് ഹൈ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്താണെന്നും പറയണം, ലോ ത്രഷോൾഡ് സബ്സ്റ്റൻസ് എന്താണെന്നും പറയണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ സെക്രീഷനകത്തും 3 കാര്യങ്ങളാണ് പറയേണ്ടത്. എന്താണ് സെക്രീഷൻ എന്ന് പറയണം, ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യണം, ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ അതിനകത്ത് പറയേണ്ടത്. അപ്പം ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത് ബോഡിയിൽ റീഅബ്സോർപ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ആവശ്യത്തിൽ കൂടുതലായിട്ട് അധികമായിട്ട് ചില അയോൺസ് ഒക്കെ റീഅബ്സോർബ് ചെയ്യപ്പെട്ടു പോയി ഇവിടെ. അപ്പോൾ ആ റീഅബ്സോർബ് ചെയ്യപ്പെട്ടു പോയതിനെ വീണ്ടും ഈ കിഡ്നി ട്യൂബ്യൂൾസിലേക്ക് സെക്രീറ്റ് ചെയ്യുക, അതാണ് ട്യൂബുലാർ സെക്രീഷൻ. വ്യത്യാസം മനസ്സിലായോ? അപ്പം ഈ ട്യൂബ്യൂൾസിൽ നിന്ന് വേണ്ടുന്ന ലെവലിൽ നിന്ന് കൂടുതലായിട്ട് റീഅബ്സോർബ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസസ്, അത് എവിടോട്ടാണ് മെയിനായിട്ട് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്? നേരത്തെ കണ്ടില്ലായിരുന്നു, ഇതിനെയൊക്കെ ചുറ്റിയിട്ട് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടെന്ന് അല്ലേ? അപ്പം ആ ബ്ലഡ് കാപ്പിലറിയിൽ നിന്ന് വീണ്ടും ഇതിനകത്തോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു, അതാണ് ട്യൂബുലാർ സെക്രീഷൻ. അപ്പം ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് അങ്ങനെ ട്യൂബുലാർ സെക്രീഷൻ വഴി സെക്രീറ്റ് ചെയ്യപ്പെടുന്നതിന്? ഏതൊക്കെ മെയിനായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് H+, K+, ക്രിയാറ്റിൻ, പിന്നെ അമോണിയ, അതുപോലൊക്കെ ചില ഓർഗാനിക് ആസിഡ്സ്, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഒരുപാട് റീഅബ്സോർബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ ദി ബോഡി. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു സെക്രീറ്റ് ദോസ് മെറ്റീരിയൽസ് അഗെയിൻ ടു ദ ട്യൂബ്യൂൾ. അതിനെയാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ മെയിൻ ഫങ്ഷൻ നമുക്ക് 3 പറയാം. റിമൂവൽ ഓഫ് അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, അതാണ് നമ്പർ 1. രണ്ടാമത്തേന്ന് പറയുന്നത് റിമൂവൽ ഓഫ് എക്സസ് പൊട്ടാസ്യം. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ടു കൺട്രോൾ ബ്ലഡ് pH. അപ്പം ഈ 3 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി ട്യൂബുലാർ സെക്രീഷനിൽ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് യൂറിൻ കോൺസെൻട്രേഷൻ, അതിനകത്താണ് പോകുന്നത്. യൂറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വെള്ളം ഉണ്ട്, വെള്ളം ഒരുപാട് നമുക്ക് ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അപ്പം ആവശ്യത്തിനൊരു കോൺസെൻട്രേഷനിൽ വേണം യൂറിൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതിനെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നെഫ്രോൺസ് എന്ന് പറയുന്നത് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് ആണ് ഇൻവോൾവ് ഇൻ യൂറിൻ കോൺസെൻട്രേഷൻ. 2 മെക്കാനിസം വഴിയാണ് ഈ യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെയാണ്? കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ സിസ്റ്റവും കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ സിസ്റ്റവും. ഈ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ സിസ്റ്റമാണ് ഹൈപ്പർടോണിസിറ്റി. ഹൈപ്പർടോണിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ? ഹൈപ്പർടോണിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസെൻട്രേറ്റഡ് കണ്ടീഷൻ. പിന്നെ വെച്ചാൽ അതിനകത്ത്
പർട്ടിക്കുലർ മാറ്റർ അയോൺസ് കൂടുന്നുള്ള കണ്ടീഷനാണ് ഹൈപ്പർടോണിസിറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഹൈപ്പർടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? യൂറിൻ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമുക്കിനി അത് എങ്ങനെയാണെന്ന് നോക്കാം. The loop of Henle is കണ്ടോ, ഇവിടെ നമുക്ക് ആ ലൂപ്പ് ഓഫ് ഹെൻലി നമുക്ക് നെഫ്രോണിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇനി നമുക്ക് അതിൻ്റെ പാർട്സ് ഒന്നുകൂടെ ടീച്ചർ പറയാം. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ്. is found between the proximal convoluted tubule and the distal convoluted tubule in the nephron. There are actually two types of nephron in the kidney, cortical and juxtamedullary. This happens to be a juxtamedullary nephron because of its long loop of Henle and the fact that it dips down into the medulla of the kidney. This type is well suited to the role of helping to concentrate urine. As discussed in my function of the nephron video, filtrate moves through the tubules and eventually exits the collecting duct as കണ്ടോ, അപ്പം നമുക്ക് ഫിൽട്രേറ്റ്, അതായത് യൂറിൻ ഫോം ചെയ്യേണ്ട ആ ഫ്ലൂയിഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണല്ലോ പോകുന്നത്. urine. But what we want to know is, why does the concentration of filtrate increase as you go further down the loop of Henle? Osmolarity is the concentration of a solution, often expressed as milliosmoles per litre. Filtrate in the proximal convoluted tubule has an osmolarity of 300 milliosmoles, the same as the surrounding interstitial fluid. This means that the filtrate is isoosmotic. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഫിൽട്രേറ്റ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഓസ്മോളാരിറ്റി 300 ആയിരുന്നു. അപ്പം ഇൻഡസ്ട്രീഷ്യൽ സ്പേസ്, അതായത് ഈ നെഫ്രോണുകളുടെ ഇടയിലുള്ള സ്പേസ് കിഡ്നിക്കകത്തെ, അതിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടുത്തെയും ഓസ്മോളാരിറ്റി 300 ആണ്. കാരണം ഫിൽട്രേറ്റ് ഈസ് ഐസോ ഓസ്മോട്ടിക് വിത്ത് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് with its surroundings. But it's a very different story in the loop of Henle. Let's zoom in. Let me give you a brief recap of what happens here. But if you want, so in the thick ascending limb, sodium ions are pumped out and negative ions such as chloride follow, making the medulla a quite concentrated and salty region. അപ്പോൾ നോക്കിയേ, ഇത് ഡിസെൻഡിങ് ലിംഫ് എന്നും ഇതിനെ അസെൻഡിങ് ലിംഫ് എന്നും പറയാലോ. ഈ അസെൻഡിങ് ലിംഫിൽ നിന്ന് സാധാരണഗതിയിൽ എന്താണ് സോഡിയം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലോട്ട് പമ്പ്ഡ് ഔട്ട് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ പ്രത്യേകത ഇവിടെ മനസ്സിലാക്കണം. ഡിസെൻഡിങ് ലിംബാണെങ്കിൽ വാട്ടറിനെ വളരെ ഈസി ആയിട്ട് പുറത്തേക്ക്, അതായത് ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് പമ്പ്ഡ് ഔട്ട് ചെയ്യാൻ പറ്റും. Water leaves passively from the thin descending limb because of the surrounding salty environment, and as the water leaves, the filtrate in the descending limb becomes significantly more concentrated. In addition, the salty medulla is also അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? അപ്പം ഇവിടുന്ന് അയോൺസ് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. അപ്പോഴത്തേക്ക് ഇവിടുന്ന് വാട്ടർ ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. അയോൺസ് ഇവിടെ വരുന്നതനുസരിച്ച് ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടുന്നു, വാട്ടർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കുറയുന്നു, അല്ലേ? അപ്പം ആ ട്യൂബിനകത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടുന്ന് അയോൺസ് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുമ്പം ഇവിടെ ഡൈല്യൂട്ടഡ് ആവും. ഇവിടെ വാട്ടർ ഈ ട്യൂബ്യൂളിൽ നിന്ന് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇവിടെ കോൺസെൻട്രേറ്റഡ് ആവും. കിട്ടിയോ? ഇവിടെ കോൺസെൻട്രേറ്റഡ് ആവുന്നുണ്ട്, ഇവിടെ ഡൈല്യൂട്ടഡും ആവുന്നുണ്ട്. അതിന് കാരണം എപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നത് ഐസോ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഫ്രോണിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്. അപ്പോൾ ഇവിടെ നിന്ന് സോഡിയം കൂടുതലായിട്ട് ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്ത് ഇവിടെ ഓസ്മോളാരിറ്റി കൂടിയപ്പം അതുമായിട്ട് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കും. ഈക്വലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെയും ഓസ്മോളാരിറ്റി കൂട്ടണ്ടേ? കൂട്ടാൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? വെള്ളം പുറത്തേക്ക് ഡിഫ്യൂസ് ഔട്ട് ചെയ്യുക. കാരണം ഇവിടുത്തേന് ഈക്വൽ ആക്കാൻ ഇവിടം. പിടികിട്ടിയോ? എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ ഇൻഡസ്ട്രീഷ്യൽ ഏരിയയുടെ ഓസ്മോളാരിറ്റിയുമായിട്ട് ഈക്വലൈസ് ചെയ്യാനാണ് ഈ ഡിസെൻഡിങ് ലിംഫിൻ്റെ ഉള്ളിൽ ശ്രമിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം ബാക്കി. Also a major reason why water is able to move passively out of the collecting duct
and be reabsorbed back into the blood, thus leaving behind more concentrated urine. But let's pretend that the filtrate is entering the loop of Henle for the very first time. Naturally, because the filtrate is coming from the proximal convoluted tube. അപ്പോൾ അതാണ്ട് ഇപ്പം ആദ്യം 300 ഓസ്മോളാരിറ്റി ഉള്ള ഫിൽട്രേറ്റ് ഈ ട്യൂബിളിനകത്ത് വന്നു, ഡിസെൻഡിങ് ലിംഫിലും അസെൻഡിങ് ലിംഫിലും ആയിട്ട് വന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കി ഫസ്റ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആദ്യം ക്ലിയർ ആവും. ടീച്ചർ ആദ്യം പറഞ്ഞ കാര്യങ്ങളൂടെ മനസ്സിൽ വയ്ക്കുക. It will have the same 300 milliosmoles per litre osmolarity and be isoosmotic with the interstitial fluid. However, this situation is not ideal for creating concentration. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ, ഈ ട്യൂബ്യൂളിനകത്തും 300, ഇൻഡസ്ട്രീഷ്യൽ ഏരിയയിലും 300, പിന്നെ ഇവിടെയും 300. ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാക്കാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ല. അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഓസ്മോളാരിറ്റി കൂട്ടണം. അതാ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയോ. Urine. So in the latter part of the loop of Henle, our aim is to create a difference of 200 milliosmol per litre between the ascending limb. അപ്പം ഈ അസെൻഡിങ് ലിംഫും ഇൻഡസ്ട്രീഷ്യൽ സ്പേസും തമ്മിൽ ഓസ്മോളാരിറ്റി ഒരു 200 മില്ലി ഓസ്മോളാരിറ്റി ആയിട്ട് ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യും. ഇത് തമ്മിലുള്ള ഓസ്മോളാരിറ്റിയുടെ ഡിഫറൻസ് ആദ്യം എത്രയായിട്ട് സെറ്റപ്പ് ചെയ്യും? ഒരു 200ന്റെ വ്യത്യാസം. എങ്ങനെ ഉണ്ടാക്കും ഇനി അത് 200ന്റെ വ്യത്യാസം? ഇവിടുന്ന് സോഡിയത്തിനെ ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാം. And the interstitial fluid. The only way to do this is by pumping out sodium ions. So let's pump. As you can see, the osmolarity in the ascending limb has decreased due to a loss of sodium, whereas in the interstitial fluid, it has increased due to a gain in sodium. And if you look closely at the values, you will see that we have achieved the 200 milliosmol per litre difference, otherwise known as a gradient. ഇപ്പം നോക്കുമ്പോൾ ഇവിടെ തമ്മിലൊരു 200ന്റെ ഡിഫറൻസ് വന്നില്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇനി അടുത്ത ഈ ഡിസെൻഡിങ് ലിംഫ് നോക്കുമ്പം ഇവിടെയും ഇതും തമ്മിൽ ഈക്വൽ അല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇവിടുന്ന് കുറേ വാട്ടറിനെ പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യും. ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലോട്ട് സെക്രീറ്റ് ചെയ്യും. സെക്രീറ്റ് ചെയ്തുകൊണ്ട് ഇതെങ്ങനെയും ഇവിടെ 400 ആവും. But what's happening with the descending limb? Here the filtrate needs to equilibrate, meaning that the water will leave passively until the filtrate in the descending limb reaches the same osmolarity as the interstitial fluid. Time to equilibrate. Note, equilibrating does not change the osmolarity of the interstitial fluid. Filtrate moves through the nephron continuously, but I'm going to break this down into steps for you. Let's advance the fluid in the loop of Henle. When brand new 300 milliosmol per litre filtrate വീണ്ടും ഫിൽട്രേറ്റ് വരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ 400 ആയത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ടങ്ങ് പോകും കണ്ടോ. അപ്പം എഗെയിൻ ഇവിടെ 400, ഇവിടെ 400, ഇവിടെ 400 ഇങ്ങനെ നിൽക്കുമല്ലേ. ഇപ്പം എന്ത് ചെയ്യുന്നു? The descending limb from the proximal convoluted tubule, the filtrate already in the loop of Henle is pushed further along. Bringing back our values for the interstitial fluid, we see that our gradient has been messed up. So we need to re-establish that ideal 200 milliosmol per litre difference. Let's pump out some sodium ions. Okay, although the values vary, there is still a difference of 200 at all levels, so we're content. Now to equilibrate the descending limb with the interstitial fluid and advance the fluid in the loop of Henle a little. Lo and behold, കണ്ടോ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നോക്കിയാണ്ട് ഡീപ്പർ റീജിയനിലോട്ട് വരുമ്പോൾ, ഡീപ്പർ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് കിഡ്നിയുടെ മെഡുല്ലയുടെ ഡീപ്പർ റീജിയനിലോട്ട് വരുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കണ്ടോ കൂടി വരികയാണ് കണ്ടോ. The gradient is messed up again, but we know what to do. Let's pump and establish that 200 milliosmol per litre gradient, equilibrate to match osmolarities and advance the fluid. Okay, one more time to get the point across. Our gradient is messed up, pump out sodium to restore the gradient, and equilibrate. Alright, so looking at our values for the interstitial fluid, we can see that the osmolarity increases the deeper you go into the medulla. As all that pumping and equilibrating continues, we eventually reach a maximum concentration of around 1200 milli.
കണ്ട അപ്പോഴത്തേക്ക് കണ്ട ഏറ്റവും മാക്സിമം കോൺസെൻട്രേഷൻ ആയിട്ടുള്ള 1203 എത്തും. ഡീപ്പർ റീജിയൻ ഓഫ് മെഡുല്ലയിലോട്ട് എത്തുമ്പോഴത്തേക്ക്. മെഡുല്ല പറയുമ്പോൾ എന്തിൻ്റെയാണ്? കിഡ്നിയുടെ കോർട്ടെക്സ് മെഡുല്ലയിലായിരുന്നോ? മെഡുല്ലറി പോർഷൻ. Osmos Belita. The entire process that I have just described is called countercurrent multiplication. Countercurrent because the filtrate flows in opposite directions in the limbs of the loop of Henle, and multiplication because this countercurrent flow enables the effects of the gradient to be increased, i.e. multiplied. So in summary, the loops of Henle of juxtamedullary nephrons are involved in the process of countercurrent multiplication, which enables the interstitial fluid to become more concentrated, i.e. increase in osmolarity the deeper you go into the medulla. കോൺസെൻട്രേഷൻ്റെ ഗ്രഡേഷൻ എങ്ങനെയായിരിക്കും? മെഡുല്ലയുടെ ഉള്ളിലോട്ട് പോകുന്നതനുസരിച്ച് കൂടും. പിടികിട്ടിയോ? അങ്ങനെ ഈ മെഡുല്ലയിൽ ഹൈ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ ഉള്ള സ്റ്റെപ്പാണിത്. ഇതിനെ കൗണ്ടർ കറൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നുണ്ട് അല്ലേ? കൗണ്ടർ കറൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫിൽട്രേറ്റിൻ്റെ ഫ്ലോ ഈ ഡയറക്ഷനിലും ഇവിടെ ഫിൽട്രേറ്റിൻ്റെ ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയതുകൊണ്ടാണ് കൗണ്ടർ കറൻറ്റ് എന്ന് പറയുന്നത്. അതേപോലൊക്കെ ഓസ്മോളാരിറ്റി ഡീപ്പർ റീജിയനിലോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. അപ്പോൾ കൗണ്ടർ കറൻറ്റ് മൾട്ടിപ്ലയർ സിസ്റ്റം ഫോർ ക്രിയേറ്റിംഗ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വി ഹാവ് കംപ്ലീറ്റഡ് ദ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ സിസ്റ്റം. കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ സിസ്റ്റം നമുക്ക് ഫിനിഷായി. ഇനി ഈ യൂറിൻ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അടുത്ത ഒരു പ്രോസസ്സാണ് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ സിസ്റ്റം എന്തുവാന്ന് ടീച്ചർ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണേ. അപ്പം കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ സിസ്റ്റം ആണ് ടീച്ചർ പറയാൻ പോകുന്നത്. കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ സിസ്റ്റത്തിനകത്തെ മെയിൻ ആളെന്ന് പറയുന്നത് വാസാറെക്റ്റയാണ്. അതായത് ഹെൻലീസ് ലൂപ്പിനെ കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഈ ബ്ലഡ് കാപ്പിലറി. അപ്പം ഇതിലും ഈ ഹെൻലീസ് ലൂപ്പിലുള്ള അതേ ഒരു ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പിടികിട്ടിയോ? ഈ മെഡുല്ലയിലെ ടോണിസിറ്റി അതേപോലെ നിലനിൽക്കാൻ ഈ വാസാറെക്റ്റയിലും അതേ ടോണിസിറ്റി ആയിരിക്കണം. എവിടെ ഉള്ളത് പോണക്ക്? ഹെൻലീസ് ലൂപ്പിലുള്ളത്. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക? അപ്പം ഇതിന് ഈ വാസാറെക്റ്റയ്ക്കും ഒരു ഡിസെൻഡിങ് ലിംബുണ്ട്, ഒരു അസെൻഡിങ് ലിംബുണ്ട്. അപ്പം ഡിസെൻഡിങ് ലിംബിലെ ടോണിസിറ്റി എന്താ വേണം? കൂടി നിൽക്കണം, ഗെയിൻ ചെയ്യണം. അത് എങ്ങനെ? രണ്ട് രീതിയിൽ ഗെയിൻ ചെയ്യാം. ഒന്നെങ്ങനെയാണെന്നറിയാമോ ഗെയിൻ ചെയ്യുന്നത്? ഈ ഹെൻലീസ് ലൂപ്പിൽ നിന്ന് അത് സെക്രീറ്റ് ചെയ്യുന്ന സോഡിയം അയോൺസ് പാസ് ചെയ്ത് ഇവിടെ വാസാറെക്റ്റയിൽ വരും. അപ്പോൾ ആ അയോൺസിനെ ഗെയിൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടോണിസിറ്റി എന്തോ പറ്റും? കൂടും. അതിനോടൊപ്പം തന്നെ ഇത് കുറച്ച് വാട്ടറിനെ റിലീസ് ചെയ്യും. അപ്പോൾ ടോണിസിറ്റി കൂടിയില്ലേ ഇവിടെ? ഇനി ഇവിടെ വരുവാണ്. ഇവിടെ ടോണിസിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുന്നത് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഹെൻലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടർ റിലീസ് ചെയ്തല്ലോ. വാട്ടർ ഗെയിൻ ചെയ്യുമ്പോൾ ടോണിസിറ്റി കുറയും. അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിരുന്ന അയോൺസിലെ കുറച്ച് റിലീസ് ചെയ്യും. അപ്പം അത് ഫർദർ ആയിട്ട് സപ്പോർട്ട് ചെയ്യും ടോണിസിറ്റി കുറയ്ക്കുന്നത്. അപ്പം ഹെൻലീസ് ലൂപ്പിലുള്ള സെയിം കണ്ടീഷൻ വാസാറെക്റ്റയിൽ നിൽക്കും. ഈ രണ്ട് പ്രോസസ്സോടെ ചേർന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? മെഡുല്ലയിൽ പിന്നെ നല്ല ഹൈപ്പർടോണിക് ആയിട്ട് നിൽക്കും. യൂറിൻ്റെ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ രണ്ട് പ്രോസസ്സ്. കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലെയറും കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ടേം വന്നതിൻ്റെ കാരണം പിടികിട്ടിയല്ലോ. ഈ ഹെൻലീസ് ലൂപ്പും അതേപോലെ പിന്നെ വാസാറെക്റ്റയും തമ്മിൽ ആണ് അയോൺസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ആ എക്സ്ചേഞ്ച് നടന്നിട്ടാണ് ആ ഒരു ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിടികിട്ടിയല്ലോ. Okay, with that we can finish today's topic. Okay, thank you.